നിങ്ങൾ എന്തോ കമ്പനിയുടെ അകത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ CBIയിലോ EDയിലോ വർക്ക് ചെയ്യണമെന്ന് പോലെയാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും സത്യമായ കാര്യങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വെറുതെ ഈ കഴുകന്മാരെ പോലെ മരിച്ചുപോയ ഒരു ഡെഡ് ബോഡിയെ തിന്നുന്ന ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നിർത്തുക. മരിച്ചുപോയ ആളെ ഇതിനും വേണ്ടും അപകീർത്തിപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് എന്തായിരിക്കും അതിൻ്റെ അകത്തുണ്ടാവുന്ന ഒരു മാനസികമായ സന്തോഷം? അതെല്ലാം നിർത്തുക. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് മരണാനന്തരം ഒരാളോട് നമ്മൾ ആദരവ് കാണിക്കുക എന്നുള്ളത്. കാരണം എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. കർണാടകത്തിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഇവരെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ ശ്രമം നടത്തിയിരുന്നു. മാത്രമല്ല നമ്മുടെ അവിടെ അന്വേഷണത്തിന് പോയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരിൽ ആരും ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടില്ല. അവിടുത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും സംസാരിക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പുണ്ടെന്ന് പറയുന്നതൊക്കെ തന്നെ അവിടുത്തെ പോലീസ് അനൗപചാരികമായിട്ട് നിഷേധിച്ചിട്ടുമുണ്ട്. അപ്പം ഇങ്ങനെ പുറത്തു വരുന്ന വാർത്തകളൊക്കെ തന്നെ പലതും കള്ളക്കഥകളാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വ്യാജ വാർത്തകളിൽ നിന്ന് ദയവ് ചെയ്ത് ഡോക്ടർ റോയിയുടെ പഴയൊരു സുഹൃത്തെന്നല്ലേ ഞാൻ പറയണം, നിങ്ങൾ പിന്തിരിയണം. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഇപ്പോൾ TA ജോസഫ്, കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ MD ആയ TA ജോസഫിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ സംരംഭങ്ങളൊക്കെ തന്നെ നോക്കി നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഡോക്ടർ റോയ് പ്രധാനമായും ബംഗളൂരുവിലെയും മറ്റിടങ്ങളിലെയും ഒക്കെ തന്നെ ബിസിനസ്സാണ് നോക്കി നടത്തുന്നത് എന്ന് ജോസഫ് ഇപ്പോൾ പറയുന്നുണ്ട്. മാത്രമല്ല ഈ മരണശേഷം പുറത്തു വരുന്ന വാർത്തകൾ, അതിൽ ഉപഭോക്താക്കൾ ആരും തന്നെ ഭയപ്പെടേണ്ട, അതിലൊരു ആശങ്കയും കാണേണ്ടതില്ല. അങ്ങനെ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ തന്നെ വ്യാജ വാർത്തകളാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ചില യൂട്യൂബർമാരാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നതാണ് TA ജോസഫ് പറയുന്നത്. കമ്പനിയെ തകർക്കാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ശവം തീനികളെ പോലെയാണ് ഇവർ പെരുമാറുന്നതെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല EDയോ CBI ഒന്നും തന്നെ ഞങ്ങളുടെ പുറകിലില്ല, അങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല കമ്പനിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണം എത്തി എന്നതടക്കമുള്ള പ്രചാരണങ്ങൾ, ഫെമയുമായി ബന്ധപ്പെട്ട കേസൊക്കെ നടക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ തന്നെ TA ജോസഫ് നിഷേധിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റായ മാർഗത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു തെറ്റായ മാർഗത്തിലൂടെ പോയാൽ പിന്നെ താൻ ഈ കമ്പനിയിൽ തന്നെ ഉണ്ടാവില്ല, താനൊരു ദൈവവിശ്വാസിയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ അദ്ദേഹം നിഷേധിക്കുകയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി വരുന്ന ഒരു പശ്ചാത്തലം, അത് യഥാർത്ഥത്തിൽ കമ്പനിയുടെ പേര് ചീത്തയാക്കുന്ന, കമ്പനി വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം വരുമ്പോൾ അത് പ്രതിരോധിക്കേണ്ടി വരികയാണ് ഇപ്പോൾ MDക്ക്. കാരണം വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ നിക്ഷേപകർ വലിയ തോതിൽ പിന്മാറുന്നൊക്കെ ഉള്ള സാഹചര്യം അത് കമ്പനിക്ക് ദോഷകരമായി ബാധിക്കും. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കമ്പനിയെ തള്ളിവിടാനുള്ള ശ്രമമാണ് ചിലർ നടത്തുന്നത്.